ഉൽപ്പത്തി പുസ്തകം 34 അധ്യായം. ബാറക്മോർ ലേയാ യാക്കോബിനെ പ്രസവിച്ച മകളായ ദീനാദേശത്തിലെ കന്യകമാരിൽ കാണുവാൻ പോയി. എന്നാൽ ഹിവിനായ ഹാമോരിൻ്റെ മകനായ ദേശത്തിന് പ്രഭുവായ ശെഖേം അവളെ കണ്ടിട്ട് വിളിച്ചു കൊണ്ടുപോയി അവളോടുകൂടെ ശയിച്ച് അവൾക്ക് പോരായിക വരുത്തി. അവൻ്റെ ഉള്ളം യാക്കോബിൻ്റെ മകളായ ദീനായോട് പറ്റിച്ചേർന്നു. അവൻ ബാലായെ സ്നേഹിച്ചു, ബാലായോട് ഹൃദ്യമായി സംസാരിച്ചു. ശെഖേം തൻ്റെ അപ്പനായ ഹാമോരിനോട് ഈ ബാലായെ എനിക്ക് ഭാര്യയായി എടുക്കണമെന്ന് പറഞ്ഞു. തൻ്റെ മകളായ ദീനായെ അവൻ വഷളാക്കി എന്ന് യാക്കോബ് കേട്ടു. അവൻ്റെ പുത്രന്മാർ ആട്ടിൻകൂട്ടത്തോടു കൂടെ വയലുമായിരുന്നു. അവ വരുവോളം യാക്കോബ് ഉണ്ടാതിരുന്നു. ശെഖേമിൻ്റെ അപ്പനായ ഹമോർ യാക്കോബിന് സംസാരിപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു. യാക്കോബിൻ്റെ പുത്രന്മാർ വസ്തുത കേട്ട് വയലിൽ നിന്ന് വന്നു. അവ യാക്കോബിൻ്റെ മകളോടുകൂടെ ശയിച്ചു. അങ്ങനെ അത് അരുതാത്ത കാര്യം ചെയ്ത് ഇസ്രായേലിൽ വഷളത്വം പ്രവർത്തിച്ചതുകൊണ്ട് ആ പുരുഷന്മാർക്ക് വ്യസനം തോന്നി, മഹാകോപവും ജ്വലിച്ചു. ഹാമോർ അവരോട് സംസാരിച്ചു, എൻ്റെ മകൻ ശെഖേമിൻ്റെ ഉള്ളം നിങ്ങളുടെ മകളോട് പറ്റിയിരിക്കുന്നു. അവളെ അവൻ്റെ ഭാര്യയായി കൊടുക്കണം. നിങ്ങൾ ഞങ്ങളോട് വിവാഹബന്ധത്തോടുകൂടി ഞങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യുവിൻ. നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ പാർക്കാം. ദേശത്ത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടാകും. അതിൽ പാർത്ത് വ്യാപാരം ചെയ്ത് വസ്തു സമ്പാദിപ്പിൻ എന്ന് പറഞ്ഞു. ശെഖേമും അവളുടെ അപ്പനോടും സഹോദരന്മാരോടും, നിങ്ങളെങ്ങനെ കൃപ തോന്നിയാൽ നിങ്ങൾ പറയുന്നത് ഞാൻ തരാമെന്ന്. സ്ത്രീധനവും ദാനവും എത്രയെങ്കിലും ചോദിപ്പിൻ, നിങ്ങൾ പറയും പോലെ ഞാൻ തരാം. ബാലയെ എനിക്ക് ഭാര്യയായിട്ട് തരണം എന്ന് പറഞ്ഞു. തങ്ങളുടെ സഹോദരിയായ ദീനയെ വഷളാക്കിയതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാർ ശെഖേമിനും അവൻ്റെ അപ്പനായ ഹാമോരിനും സംസാരിച്ചു. കപടമായി ഇത്തരം പറയുന്നത്, ഞങ്ങൾ സഹോദരിയെ അഗ്രചർമ്മിയായ പുരുഷന് കൊടുക്കുന്ന കാര്യം ഞങ്ങൾ പാടുള്ളതല്ല. അത് ഞങ്ങൾ അപമാനമാകുന്നു. എങ്കിലും ഒന്ന് ചെയ്താൽ ഞങ്ങൾ സമ്മതിക്കാം. നിങ്ങളിലുള്ള ആണെല്ലാം പരിച്ഛേദനയേറ്റ് നിങ്ങൾ ഞങ്ങളെ പോലെ ആയി തീരുമെങ്കിൽ ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്ക് തരികയും നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾ എടുക്കുകയും നിങ്ങളോടുകൂടെ വാർത്ത് ഒരു ജനമായി തീരുകയും ചെയ്യാം. പരിച്ഛേദന ഏൽക്കുന്നതിൽ ഞങ്ങളുടെ വാക്ക് സമ്മതിക്കാഞ്ഞാലോ ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോരും. അവരുടെ വാക്ക് ഹാമോരിൻ്റെ മകനായ ശെഖേമിനും ബോധിച്ചു. ആ യൗവനക്കാരന് യാക്കോബിൻ്റെ മകളോട് അനുരാഗം വർദ്ധിച്ചതുകൊണ്ട് അവൻ ആ കാര്യം നടത്തുവാൻ താമസം ചെയ്തില്ല. അവൻ തൻ്റെ പിതൃഭവനത്തിൽ എല്ലാവരെയും ശ്രേഷ്ഠനായിരുന്നു. അങ്ങനെ ഹാമോരും അവൻ്റെ മകനായ ശെഖേമും തങ്ങളുടെ പട്ടണ ഗോപുരത്തിങ്കൽ ചെന്നു പട്ടണത്തിലെ പുരുഷന്മാരോട് സംസാരിച്ചു, ഈ മനുഷ്യൻ നമ്മോട് സമാധാനമായിരിക്കുന്നു. അതുകൊണ്ട് അവർ ദേശത്ത് പാർത്തു വ്യാപാരം ചെയ്യട്ടെ. അവർ നമുക്കും മതിയാകുവണ്ണം ദേശം വിസ്താരമുള്ളതല്ലോ. അവരുടെ സ്ത്രീകളെ നാം വിവാഹം കഴിക്കുകയും നമ്മുടെ സ്ത്രീകളെ അവർക്ക് കൊടുക്കുകയും ചെയ്യുക. എങ്കിലും അവർ പരിച്ഛേദന ഉള്ളവരായിരിക്കും പോലെ തമ്മിലുള്ള ആണെല്ലാം പരിച്ഛേദനയേറ്റ മാത്രമേ അവ നമ്മോടുകൂടെ പാർത്ത് ഒരു ജനമായിരിക്കാൻ സമ്മതിക്കുകയുള്ളൂ. അവരുടെ ആട്ടിൻകൂട്ടവും സമ്പത്തും മൃഗങ്ങളൊക്കെയും നമുക്ക് ആകില്ലയോ? അവ പറയും വണ്ണം സമ്മതിച്ചാൽ മതി. എന്നാൽ അവർ നമ്മോടുകൂടെ പാർക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹാമോരിൻ്റെ പട്ടണക്കാരെല്ലാവരും അവൻ്റെ മകൻ ശെഖേമിൻ്റെ വാക്ക് കേട്ടു. പട്ടണക്കാരിൽ ആണെല്ലാം പരിച്ഛേദനയേറ്റു. 3-ാം ദിവസം അവർ വേദനപ്പെട്ടിരിക്കുമ്പോൾ യാക്കോബിൻ്റെ 2 പുത്രന്മാരായി ദീനോയിലെ സഹോദരന്മാരായ ശിമയോനും ലേവിയും താൻ തൻ്റെ വാളെടുത്തു നിർഭയമായിരിക്കുന്ന പട്ടണത്തിൻ്റെ നേരെ ചെന്ന് ആണിനെയൊക്കെയും കൊന്നുകളഞ്ഞു. അവർ ഹാമോരിനെയും അവൻ്റെ മകനായ
ശെഖമിനെയും വാളിൻ്റെ വായ്ത്തലയാൽ കൊന്നു. ദീനായി ശെഖമിൻ്റെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോന്നു. പിന്നെ യാക്കോബിൻ്റെ പുത്രന്മാർ നികിതന്മാരുടെ ഇടയിൽ ചെന്നു. തങ്ങളുടെ സഹോദരിയെ അവർ വഷളാക്കിയതുകൊണ്ട് പട്ടണത്തെ കൊള്ളയിട്ടു. അവർ അവരുടെ ആട്, കന്നുകാലി, കഴുത ഇങ്ങനെ പട്ടണത്തിലും വെളിയിലും ഉള്ളവയൊക്കെയും അപഹരിച്ചു. അവരുടെ സമ്പത്തൊക്കെയും എല്ലാ ആയുധങ്ങളെയും സ്ത്രീകളെയും അവർ കൊണ്ടുപോയി വീടുകളിലുള്ളതൊക്കെയും കൊള്ളയിട്ടു. അപ്പോൾ യാക്കോബ് ശിമയോനോടും ലേവിയോടും ഈ ദേശനിവാസികളായ കനാന്യരുടെയും പരിഹാസികളുടെയും ഇടയിൽ നിങ്ങൾ എന്നെ നാട്ടിച്ചു വിഷമത്തിലാക്കിയിരിക്കുന്നു. ഞാൻ ആൾ ചുരുക്കമുള്ളവനല്ലോ. അവർ എനിക്ക് വിരോധമായി കൂട്ടം കൂടി എന്നെ തോൽപ്പിക്കുകയും ഞാനും എൻ്റെ ഭവനവും നശിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിന് അവർ തങ്ങളുടെ സഹോദരിയോട്, അവനൊരു വേശ്യയോട് എന്ന പോലെ പെരുമാറാമോ എന്ന് പറഞ്ഞു. പാർക്കുമോ.